ഇതൊക്കെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ്. ഇതൊരിക്കലും സംഭവിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഇത് എപ്പോൾ സംഭവിച്ചു, ആർക്ക് സംഭവിച്ചു എന്നതിനേക്കാൾ അപ്പുറത്ത് ഇങ്ങനെയുള്ള നമ്മളുടെ കോമൺ സെലിബ്രേഷൻസ്, പൊതുവായ ആഘോഷങ്ങൾ, എല്ലാവരും ആഘോഷിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് അത് ശരിയല്ല. അത് നമുക്ക് നമ്മളുടെ ഒരു പൊതുബന്ധത്തിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നു. അത് മനസ്സുകൾക്ക് എപ്പോഴും അത് അകൽച്ചയും ഒരു വെറുപ്പുമൊക്കെ സൃഷ്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്താണ് അതുവഴി നേടുന്ന ഒരു നേട്ടം? തികച്ചും ദൗർഭാഗ്യകരമായ ഒരു അനുഭവമായിട്ടാണ് അതേക്കുറിച്ച് പറയുവാൻ കഴിയുക. അല്ലാതെ എവിടെ നടന്നാലും എത്ര സ്ഥലങ്ങളിൽ 1 ആണോ 5 ആണോ എന്നുള്ളതല്ല, ആ ഒരു അപ്രോച്ച് നമ്മുടെ സമൂഹത്തിന് ഗുണകരമല്ല. അതാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ഒരു കാര്യം നമ്മളിവിടെ കേരളത്തിൽ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. അതിന് നമുക്ക് നാട്ടിൽ ഒരു ക്ഷാമവും ഇല്ലല്ലോ. ഈ ഏറ്റവും അവസാനം പറഞ്ഞ വാക്കിനെ പരിപാടികൾ അനുഭവപ്പെടുന്നു. ക്രിസ്മസിന്റെ സാധനങ്ങൾ പോലും നശിപ്പിക്കുന്ന ഒരു പ്രവണത വളരെ കൂടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ തന്നെ പല സംഭവങ്ങളും അതിന്റെ തുടർച്ചയാണോ ഇതെന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് നമ്മൾ ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങളെയും ഒക്കെ വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷെ ഇതൊട്ടും നമുക്ക് ചേർന്നതല്ലെന്നുള്ളതാണ് നമ്മളെ ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. നമുക്ക് ചേർന്നതല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടിയും അത് തന്നെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നമുക്ക് ചേർന്നതല്ല ഈ സമീപനം. ഇത് പള്ളിയിൽ സംഭവിച്ചാലും, അമ്പലത്തിൽ സംഭവിച്ചാലും, മോസ്കിൽ സംഭവിച്ചാലും, പൊതുസ്ഥലത്ത് സംഭവിച്ചാലും ഇത് നല്ലതല്ല എന്ന് മാത്രമാണ് നമുക്ക് ഉത്തരം പറയാനുള്ളത്. കാരണം സ്ഥലം നോക്കിയല്ല യേസോ നോയോ പറയേണ്ടത്. പൊതുവായി ഇതൊരു നല്ല സമീപനമല്ല. ഇതുവഴി നമ്മുടെ ദേശത്ത് ഒരു പുതിയ നന്മയും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ഉള്ള ബന്ധം കുറഞ്ഞു പോവുകയും വെറുപ്പുണ്ടാവുകയും പിന്നീട് സ്പർദ്ധ വർദ്ധിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. നമ്മളിതിനകത്തൊരു വലിയ ഒരു ശ്രദ്ധ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അതിന്റെ കൂടെ ഇല്ല എന്ന് പറയുകയും ചെയ്യേണ്ടുന്നതാണ് ഇതിന്റെ ഒരു കർത്തവ്യം. അത് പലപ്പോഴും നമുക്ക് ആശ്വാസം തോന്നുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വി ഡോണ്ട് അപ്രൂവ്, ഞങ്ങളത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു സാക്ഷ്യം വരികയാണ്. നമുക്കറിയാം അവിടേക്ക് സംഭവമുണ്ടായി. പക്ഷേ ഈ ക്രൈസ്തവ സഭകൾ കയ്യാണ്ട് ടൈമായി വീണ്ടും ഭരിക്കുന്നതാണ്. ക്രൈസ്തവ സഭകൾ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം ഉയർന്നുണ്ട്. നാളെ വീണ്ടും ഡൽഹിയിൽ ക്രൈസ്തവ ദേവാലയം നടത്തുന്നു. പൂച്ചെണ്ണകൾ വരുന്നു, കേക്കുകൾ വരുന്നു. അതോടൊപ്പം തന്നെ ക്രൈസ്തവ വർക്ക് ചെയ്യുന്നു. ഒരു ശക്തമായ നടപടികൾ സ്വീകരിക്കാത്ത ഇത്തരം കൃത്യമായ ഇതിന് അരങ്ങേറുന്നത് സഭകൾ തന്നെ ഒരു സോഫ്റ്റ് തോന്നുന്ന ഒരുപാട് ഈ ഡൽഹി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന വലിയ വിമർശനമുണ്ട്. എന്തുകൊണ്ട് ഉറച്ച നിലപാട് ക്രൈസ്തവ സഭകൾ സ്വീകരിക്കുന്നില്ല എന്ന പ്രധാനപ്പെട്ട വിഷയം. ഈ ഉറച്ച നിലപാടെന്ന് പറയുന്നത് എന്തോ ഉദ്ദേശിച്ചത്? അല്ല, പ്രതിഷേധത്തെ കുറിച്ച് അതാണോ, വാക്കാണോ ഉദ്ദേശിക്കുന്നത്? അതോ ആക്ഷൻ പ്ലാൻ ആണോ? ഇനി സമയമുണ്ട്. അല്ല, അത് അങ്ങനെയല്ലല്ലോ നമ്മളതിനെ കാണേണ്ടത്. അതായത്
അതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് കാര്യമുണ്ട്. നമ്മളെ കാണാൻ വരുന്നവരെ പുറത്താക്കുന്നതല്ല ഇതിന്റെ ഉത്തരം. നമ്മളെ കാണാൻ വരുന്നവര് ഇക്കാര്യത്തിൽ എടുക്കേണ്ടതായ നിലപാടിന്റെ ഒരു ഉറപ്പാണ്. ഇത് ഈ സഹിക്കുന്നവൻ വീണ്ടും സഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വരുമ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണല്ലോ ഒരു അഷുറൻസ് പറയുന്നത്. ഇപ്പോ ഇവിടെ ചോദിച്ചു സഭകൾ അതിനകത്തൊരു നിലപാട് പറയുന്നില്ലെന്ന്. CBCI ആണ് ആദ്യത്തെ, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ആണ് ഇന്നലെ തന്നെ അതിശക്തമായ പ്രതിഷേധക്കുറിപ്പ് ഡൽഹിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധയപ്പെട്ടോന്ന് അറിഞ്ഞുകൂടാ, അതിശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ആഭ്യന്തരമന്ത്രിക്ക് അങ്ങനെ കത്തയക്കുന്ന പതിവ് ഇല്ലായിരുന്നു. കത്തയച്ചിട്ടുണ്ട്, നമ്മുടെ കൺസേൺ അറിയിച്ചിട്ടുണ്ട്. ഇത് രാജ്യവ്യാപകമായി എല്ലായിടങ്ങളിലും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നില്ല. പക്ഷേ ഒരു വശത്ത് പ്രധാനമന്ത്രി ഒരു ദേവാലയത്തിൽ പോയി ക്രിസ്മസിന്റെ സന്തോഷത്തിൽ ആഘോഷത്തിൽ സംബന്ധിക്കുന്നു. വേറൊരു സ്ഥലത്ത് ഇതിന് നേരെ വിപരീതമായ കാര്യം നടക്കുന്നു. ഇവിടെയാണ് നമുക്ക് ഒരു കൃത്യമായ ഒരു ബോധം കൊടുക്കേണ്ടുന്ന കാര്യം. അതാ ഞാൻ പറഞ്ഞത്. അതിപ്പോ ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. ഇതിൽ നമ്മുടെ താല്പര്യമല്ല, നമ്മുടെ പദ്ധതിയിൽപ്പെട്ടതല്ല എന്ന് പരസ്യമായി ആവർത്തിച്ച് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ നിരന്തരമായി ബന്ധപ്പെട്ടവരെ ഈ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ അതിന് ആനുപാതികമായി പലപ്പോഴും പ്രസ്താവനകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു ആക്ഷൻ പ്ലാനിൽ അത് സ്ഥിരമായി നമുക്ക് അത് കാണപ്പെടുന്ന ഫലം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഒരു ആകാംക്ഷ. കഴിഞ്ഞ വർഷം നഴ്സിനെതിരെയായ വലിയ വിഷയമാണത്. പക്ഷെ അതിപ്പോഴും തുടരുന്നു. ഒരു വശത്ത് കേസുമായി വരുന്നു, മറുവശത്ത് ആക്രമണം തുടരുന്നു. ഈ ആക്രമണം തടയുന്നതിനുള്ള ഒരു കാര്യക്ഷമ നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് വാസ്തവമല്ലേ? അതിനെ എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നത്? അല്ല, അതിനെ നമുക്ക് എന്താണ് ഇതിനപ്പുറത്ത്? ഒരു പ്രസ്താവന കൊണ്ട് അതല്ല, നമുക്ക് ആയുധമാർഗം വെച്ചുകൊണ്ടുള്ള പരിപാടി ഇല്ലല്ലോ. പ്ലെയിനായിട്ട് പറഞ്ഞാൽ ഇല്ല. അക്രമ സംഭവം ആവർത്തിക്കാതിരിക്കേണ്ടത് അധികാരത്തിലുള്ളവർ ചെയ്യേണ്ടുന്ന കാര്യമാണ്. അത് നമുക്ക് കയ്യിലെടുക്കാനൊക്കെ പോകും. അധികാരം കൈയാളാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ അത് ബന്ധപ്പെട്ടവർ ഈ കാര്യത്തിൽ നിലപാടെടുത്ത് അത് വ്യക്തമാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏതായാലും ഈ കാര്യത്തിലുള്ള സഭയുടെ ആകാംക്ഷയും വേദനയും ബന്ധപ്പെട്ട അധികാരികളെ ശക്തമായി തന്നെ ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചില്ല എന്ന് പറയുന്നത് അതേക്കുറിച്ച് ഒരുപക്ഷെ അത്ര ബോധ്യപ്പെടാത്തത് കൊണ്ടായിരിക്കാം. എന്തോ അത് നിങ്ങളത് പറയുന്നില്ല എന്ന് നിങ്ങൾ പ്രസ്യൂം ചെയ്യുന്നത് കൊണ്ടല്ലേ. നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഇവരോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് വേറൊരു കാര്യമാണ്. നമ്മളെ കാണാൻ വരുന്ന ആളുകളോട് ഇനി കാണുകയില്ല എന്നുള്ളതല്ലല്ലോ. നമുക്ക് ചില കാര്യങ്ങളിൽ കൃത്യമായി നമുക്ക് വേദനയുണ്ട് എന്നറിയിക്കുക. ഇനി അത് രണ്ട് ഭാഗത്തു നിന്നും വരേണ്ടതാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ട അധികാരത്തിലുള്ളവരും അതിന്റെ ആശയമായി വരുന്നവരും ഈ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കേണ്ടവരെ അറിയിക്കുക. ഈ കമ്മ്യൂണിറ്റി ഇങ്ങനൊരു കൺസേൺ അറിയിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ സിസ്റ്റേഴ്സിനെ അവിടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ പരസ്യമായി ഈ വഴിയിലേക്ക് ഇറങ്ങി എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ആ പ്രൊട്ടസ്റ്റ് പറഞ്ഞത് അവിടെ അത്രയും കൺസേൺ നമ്മൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും ഉണ്ടാകുന്നുമുണ്ട്. ക്രിസ്മസ് പോലെയുള്ള പൊതുവായ ഒരു ആഘോഷത്തിന്റെ ഒരു ഇടയിൽ ഇങ്ങനെയുള്ള കല്ലുകടിയും ഇങ്ങനെയുള്ള മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളും അത് ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും നമ്മൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ക്രിസ്ത്യാനിയുടെ ഒരു തിരുനാളായതുകൊണ്ടല്ല, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും പൊതുസമൂഹത്തിലാണെങ്കിലും ഒരിക്കലും അത് മുന്നോട്ട് പോകുവാൻ നമുക്കാവില്ല. അതാണ് നമ്മുടെ നിലപാട്.